ഗോകുലമാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനന സമയത്ത് എല്ലാ ദേവീദേവന്മാരും സന്നിഹിതരായിരുന്നു. എന്നാൽ ഭഗവാൻ ശിവൻ ആ സമയം ധ്യാനത്തിലായിരുന്നു. ശ്രീകൃഷ്ണൻ ജനിച്ച് 12-ാം ദിവസം കൃഷ്ണനെ കാണാൻ ഗോകുലത്തിലേക്ക് പോകാൻ ശിവഭഗവാൻ തീരുമാനിക്കുന്നു. പാർവതി ദേവി വിനയത്തോടെ ഭഗവാനോട് പറഞ്ഞു, ഗോകുലത്തിലെ വെണ്ണ വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവരണം. ശിവഭഗവാൻ സമ്മതിച്ചു. ഗോകുലത്തിലേക്ക് പോയി. അദ്ദേഹം ബ്രാഹ്മണ വേഷത്തിലാണ് ഗോകുലത്തിലേക്ക് എത്തിയത്. എന്നാൽ വ്രജയിലെ ധൂളിയുടെ സ്വഭാവമനുസരിച്ച് ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയത്തിൽ പരിപൂർണമായ സാക്ഷാത്കാരം നൽകും എന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ വേഷം വേണ്ട, തൻ്റെ യഥാർത്ഥ രൂപമായ അഘോര രൂപം മതിയാകും എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഭഗവാൻ ശിവന്റെ സ്വാഭാവിക രൂപത്തിന് 3 കണ്ണുകളും നീണ്ട പാറിപ്പറന്ന ജട പിടിച്ച മുടിയുമുണ്ട്. കടുവയുടെ തോൽ, പാമ്പുകളുടെ മാല, തേളുകളുടെ അരക്കെട്ട്, ദേഹമാസകലം ഭസ്മം പുരട്ടിയിരിക്കുന്നു. ഈ ഭയാനകമായ രൂപം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗോകുലത്തിൽ പ്രവേശിച്ചു. അമ്മ യശോദയുടെ വീട്ടിലേക്ക് പോയി വാതിലിൽ മുട്ടി. അമ്മ യശോദ വാതിൽ തുറന്നു. എന്നാൽ വന്നിരിക്കുന്നത് ശിവഭഗവാനാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായില്ല. യശോദ അമ്മ ശിവഭഗവാനോട് പറഞ്ഞു, പുറത്തു നിൽക്കൂ, ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവരാം. ശിവഭഗവാൻ മറുപടി പറഞ്ഞു, എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ മകനെ കാണാൻ എന്നെ അനുവദിക്കുക. സന്ദർശകന്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ അമ്മ യശോദ മറുപടി പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലും നിങ്ങൾക്കായി ഞാൻ തരാം. നിങ്ങൾക്ക് വിശക്കുന്നു എങ്കിൽ ആഹാരം നൽകാം, വസ്ത്രം ആവശ്യമുണ്ടെങ്കിൽ ആ വസ്ത്രവും നൽകാൻ ഞാൻ തയ്യാറാണ്. ദയവായി ഒരു നിമിഷം കാത്തിരിക്കൂ, ഞാൻ നിങ്ങൾക്ക് നല്ല പ്രസാദവും വൃത്തിയുള്ള വസ്ത്രങ്ങളും കൊണ്ടുവരാം. ദയവ് ചെയ്ത് അവരെയും കൂട്ടി പൊയ്ക്കുള്ളൂ. ശിവൻ മറുപടി പറഞ്ഞു, ഇല്ല, എനിക്ക് എല്ലാം ഉണ്ട്. എൻ്റെ ഭാര്യ അന്നപൂർണയാണ്. അതായത് പാർവതിയുടെ മറ്റൊരു നാമമാണ് അന്നപൂർണ. എങ്കിലും യശോദാമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല. നിങ്ങളുടെ മകനെ ഒന്ന് കാണാൻ അനുവദിക്കൂ, ഒരു നിമിഷമെങ്കിലും, ഭഗവാൻ അഭ്യർത്ഥിച്ചു. ശിവഭഗവാന്റെ അപേക്ഷ കേട്ട് അമ്മ യശോദ പറഞ്ഞു, ഞാൻ തരുന്നത് എടുത്ത് നിങ്ങളുടെ പാമ്പുകളും തേളും ഇവിടെ വീഴുന്നതിന് മുമ്പ് പോകുക. എൻ്റെ കുഞ്ഞ് വളരെ ചെറുതാണ്, നിങ്ങളുടെ വസ്ത്രധാരണം കണ്ട് പേടിക്കും. ദയവായി അങ്ങ് മനസ്സിലാക്കൂ, ദയവായി ഇവിടുന്ന് പോകൂ. യശോദാമ്മയുടെ ദുശാഠ്യമറിഞ്ഞ ശിവൻ പറഞ്ഞു, നിങ്ങളുടെ മകനെ കാണുന്നത് വരെ ഞാൻ പോകില്ല. അപ്പോൾ അമ്മ യശോദ പറഞ്ഞു, നിനക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, പക്ഷെ നീ എൻ്റെ മകനെ കാണില്ല. പരമശിവൻ മറുപടി പറഞ്ഞു, എനിക്ക് 10,000 വർഷം ഇവിടെ ഇരിക്കാം. ഒരു ദിവസം നിങ്ങളുടെ മകൻ വളർന്ന് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ആകുമ്പോൾ ഞാൻ അവനെ കാണും. അപ്പോൾ അമ്മ യശോദ പറഞ്ഞു, ഓ ബഹുമാനപ്പെട്ട സന്യാസി വര്യ, 10,000 വർഷം ഇവിടെ ഇരുന്നാൽ 20,000 വർഷത്തേക്ക് ഞാൻ ഈ കവാടം അടയ്ക്കും. ഞാൻ വേറൊരു കവാടം തുറക്കും, അതിലൂടെ എൻ്റെ മകൻ കളിക്കാൻ പോകും. എന്നെ വെല്ലുവിളിക്കരുത്, എൻ്റെ പ്രിയപ്പെട്ട മകനാണ് എൻ്റെ ജീവിതം. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ ഭക്തരായ ഈ 2 പേരും തന്നെ ചൊല്ലി കലഹിക്കണമെന്ന് അദ്ദേഹം വെറുതെ ആഗ്രഹിച്ചു. കാരണം മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ മാനസിക അവസ്ഥയിലുള്ള ഭക്തർ സേവക മാനസിക അവസ്ഥയിലുള്ള ഭക്തരെക്കാൾ ശ്രേഷ്ഠരാണ് ഒന്ന് തെളിയിക്കുവാൻ തന്നെ കൃഷ്ണ ഭഗവാൻ ആഗ്രഹിച്ചു. പരമശിവനാണ് ദാസത്വ മനോഭാവത്തിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ. മാതാവ് യശോദ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ ശുദ്ധമായ ഭക്തയാണ്. 2 പേർക്കും കൃഷ്ണനോട് അവിഭാജ്യമായ സ്നേഹമുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ മാനസികാവസ്ഥ സേവക രൂപത്തിലുള്ള മാനസികാവസ്ഥയേക്കാൾ അടുത്ത ബന്ധമാണ്. അതിനാൽ ഈ ഏറ്റുമുട്ടലിൽ ശിവന് അമ്മ യശോദയ്ക്ക് വഴങ്ങേണ്ടി വരുന്നു. യശോദയോട് പരാജയപ്പെട്ടപ്പോൾ ശിവഭഗവാൻ ചിന്തിച്ചു, ഹേ കൃഷ്ണ, ഈ ഗോമാതാവിൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രപഞ്ചനാഥൻ നീയാണ്. ഇതാണ് നിന്റെ ഇഷ്ടം. നിന്നിഷ്ടം എന്നെ കാണാതിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിച്ച് ഭഗവാൻ ശിവൻ യശോദയോട് പറഞ്ഞു, അല്ലയോ അമ്മേ, നീ തന്നെ ഉടൻ എന്നെ നിങ്ങളുടെ മകനെ കാണാൻ വിളിക്കും. ഇത് കേട്ട യശോദ മാതാവ് മറുപടി പറഞ്ഞു, നീ പോകൂ, ഞാൻ നിന്നെ ഒരിക്കലും വിളിക്കില്ല. നിനക്ക് മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം, പക്ഷെ എൻ്റെ കുട്ടിയെ കാണാൻ എന്നോട് വീണ്ടും ആവശ്യപ്പെടരുത്. അപ്പോൾ പരമശിവൻ യശോദാമ്മയുടെ ഭവനം വിട്ടുപോയി. ഭഗവാൻ യമുനാ നദിയുടെ തീരത്തെത്തി
കൃഷ്ണൻ എത്ര നാടകീയമായാണ് പ്രവർത്തിച്ചത് എന്നോർത്ത് ഭഗവാൻ ധ്യാനത്തിൽ അമർന്നു. തൻ്റെ ഉത്തമ ഭക്തനായ പരമശിവൻ തൃപ്തനാകാതെ വീട് വിട്ടുപോയെന്ന് അറിഞ്ഞ കൃഷ്ണൻ കരയാൻ തുടങ്ങി. ആർക്കും തന്നെ തടയാനായില്ല. എല്ലാ ഗോപികമാരും കൃഷ്ണന്റെ കരച്ചിൽ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. കൃഷ്ണ ഭഗവാൻ ഉറക്കെ കരച്ചിൽ തുടർന്നു. അപ്പോൾ ലളിത എന്ന ഒരു ഗോപിക അമ്മ യശോദയെ സമീപിച്ച്, ആരെങ്കിലും ഇഷ്ടപ്പെടാതെ ഈ വീട് വിട്ടു പോയോ എന്ന് ചോദിച്ചു. അമ്മ യശോദ ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു, അതെ, ഒരു സന്യാസി വര്യൻ തൻ്റെ കഴുത്തിൽ പാമ്പുകളെ ചുറ്റി എൻ്റെ കുട്ടിയെ കാണാൻ ആഗ്രഹിച്ചു. അവൻ ആഗ്രഹിക്കുന്നതെന്തും നൽകാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ കുട്ടിയെ കാണാൻ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ അദ്ദേഹം വീണ്ടും എന്നെ നിർബന്ധിച്ചു. അദ്ദേഹം ഒന്നും എടുത്തില്ല, തൃപ്തിയില്ലാതെ പോയി. ലളിത പറഞ്ഞു, ഒരു സാധു ഒരിക്കലും തൃപ്തനാകാതെ വീട്ടിൽ നിന്ന് പോകരുത്. അദ്ദേഹം എന്താവശ്യപ്പെട്ടാലും കൊടുക്കണമായിരുന്നു. ഇതാണ് നിങ്ങളുടെ കുഞ്ഞിനെയും ഞങ്ങളെയും വേട്ടയാടുന്ന ശാപം. അതുകൊണ്ട് നമുക്ക് സാധുവിനെ തിരിച്ചു വിളിക്കണം. അമ്മ യശോദ സാധുവിൻ്റെ രൂപം ലളിതയോട് വിവരിച്ചു. ലളിത പിന്നീട് സാധുവിനെ അന്വേഷിച്ചു പോയി. അദ്ദേഹത്തെ കണ്ടെത്തി വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. അമ്മ യശോദ കരയുന്ന കൃഷ്ണനെ ശിവഭഗവാനെ ഏൽപ്പിച്ചു. ഭഗവാൻ കൃഷ്ണനെ സ്വീകരിച്ച ഉടൻ അവൻ കരച്ചിൽ നിർത്തി, കണ്ണുകൾ തുറന്നു തൻ്റെ ശുദ്ധഭക്തനായ ശിവഭഗവാനെ കണ്ടു. ഭഗവാൻ ശിവൻ കൃഷ്ണനെ തൻ്റെ മടിയിൽ കയറ്റിയപ്പോൾ അതീന്ദ്രിയമായ ആനന്ദസാഗരത്തിൽ ആറാടി. അദ്ദേഹം പറഞ്ഞു, ഓ പ്രപഞ്ചത്തിൻ്റെ പരമോന്നത നിയന്താവേ, നിങ്ങൾ അടുത്തതായി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സഹസ്രാബ്ദങ്ങൾ ധ്യാനിച്ചിട്ടും കാണാൻ കഴിയാത്ത ഭഗവാൻ ഇപ്പോൾ ഒരു മാതാവിൻ്റെ, അതും ഒരു ഗോമാതാവിൻ്റെ കുട്ടിയായി അഭിനയിക്കുന്നത് അചന്തനീയമാണ്. നിന്റെ മായ വളരെ വളരെ വിചിത്രം തന്നെ. നിന്റെ ആഗ്രഹം നിനക്ക് മാത്രമേ അറിയൂ, മറ്റാരും അത് അറിയുന്നില്ല. കൃഷ്ണ, ഞാൻ അങ്ങേക്ക് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ശിവഭഗവാൻ ആ കുഞ്ഞിൻ്റെ ചെറിയ പാദങ്ങളെടുത്ത് തലയിൽ തൊട്ടു. ഭഗവാന്റെ 1000 നാമങ്ങൾ എന്ന ഗോപാല സഹസ്രനാമ സ്തോത്രം ജപിച്ചു. പിന്നീട് വീട്ടിലെത്തിയ പാർവതിയോട് ഇതേ പേരുകൾ ആവർത്തിക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ അമ്മ യശോദ പറഞ്ഞു, സ്വാമി, നിങ്ങളുടെ പാമ്പുകളെ നോക്കൂ. എൻ്റെ കുട്ടി വളരെ ചെറുതാണ്, അവൻ പേടിക്കും. ഇത് കേട്ട ശിവഭഗവാൻ മാതാവ് യശോദാമ്മയുടെ ഭക്തിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും കൃഷ്ണൻ അവരുടെ പുത്രനായി അവതരിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഒരാൾ കൃഷ്ണൻ്റെ യഥാർത്ഥ ഭക്തനാണെങ്കിൽ കൃഷ്ണൻ അവനിൽ പ്രത്യക്ഷനാകും. നിങ്ങൾ വെറും കൈയോടെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ദയവായി കുറച്ച് വെണ്ണ കൊണ്ടുപോകൂ. പാർവതിക്ക് വേണ്ടി കുറച്ച് വെണ്ണ എടുക്കേണ്ടി വരും എന്ന കാര്യം ശിവഭഗവാൻ ഓർത്തു. അങ്ങനെ അദ്ദേഹം വെണ്ണയും എടുത്ത് കൈലാസത്തിലേക്ക് പോകുന്നു. ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി നടന്നതിനാൽ ശിവഭഗവാൻ താൻ വെണ്ണ മുഴുവൻ കഴിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതുപോലുമില്ല. കൈലാസത്തിലെത്തിയ ശിവഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള വർണ്ണനകൾക്കിടയിൽ പാർവതി ചോദിച്ചപ്പോൾ വെണ്ണ നിറച്ച പാത്രം ആ കൈകളിലേക്ക് കൊടുക്കുന്നു. എന്നാൽ പാത്രം പരിശോധിച്ച പാർവതി ദേവി അത്ഭുതപ്പെട്ടു. അതിൽ വെണ്ണയുടെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ വെണ്ണ മുഴുവൻ കഴിച്ചതായി എനിക്ക് മനസ്സിലായതേയില്ല. പാർവതി ദേവി പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രസാദം കൊണ്ടുവരാത്തതിനാൽ നിങ്ങളുടെ പ്രസാദം ആരും തന്നെ കഴിക്കുകയില്ല. അതുകൊണ്ടായിരിക്കാം ശിവമന്ദിരത്തിൽ പ്രസാദമായിട്ട് വെണ്ണ എടുക്കാത്തത്. കൃഷ്ണനെ കാണുവാൻ ശിവഭഗവാൻ എന്തുമാത്രം ആഗ്രഹിച്ചു, എത്ര നേരം കാത്തിരുന്നു. ഓരോ ഭക്തനും ഓർക്കേണ്ട കാര്യം ഇതാണ്. ഭഗവാൻ കൃഷ്ണനെ കാണണമെങ്കിൽ ശക്തമായ ആഗ്രഹമുണ്ടായിരിക്കണം. സാധുക്കളെ എപ്പോഴും സേവിക്കണം. ആരെയും വ്രണപ്പെടുത്താതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ഭഗവാൻ എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.